നമ്മോടൊപ്പം ഇന്നുള്ളത് കേരളത്തിൻ്റെ മികച്ച 4 യുവാക്കളാണ്. യുവാക്കൾ എന്ന് പറയുന്നതിൽ പേടിക്കണ്ട. അക്കാദമിക് രംഗത്ത് വളരെ മികവ് പുലർത്തിയവർ, അതുകൊണ്ട് തന്നെ ഉയർന്ന ജോലി, ഉയർന്ന സ്ഥാനങ്ങൾ ലഭിച്ചവർ. രാജീവ് ശ്രീനിവാസൻ, തിരുവനന്തപുരത്തെ കേരളത്തിലെ പ്രസിദ്ധമായ ഏഷ്യൻ സ്കൂൾ ഓഫ് ബിസിനസ്സിൻ്റെ ഡയറക്ടർ. അദ്ദേഹത്തിൻ്റെ ഡിഗ്രി കേട്ടാൽ നമ്മളൊക്കെ അന്തിച്ചു പോവും. IIT എഞ്ചിനീയറിംഗ്, സിറാക്കൂസ് യൂണിവേഴ്സിറ്റിയിൽ കമ്പ്യൂട്ടർ സയൻസ് വിഷയം. പിന്നീട് ലോകത്തെ ഏത് പ്രഗത്ഭൻ്റെയും സ്വപ്നമായ സ്റ്റാൻഫോർഡ് MBA. രേഖ മേനോൻ, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ, അമേരിക്കയിലൊക്കെ ആയിരുന്നു. അനേക MBA-കാരെയൊക്കെ മേയിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ തിരുവനന്തപുരത്ത് സൺടെക് അതിൻ്റെ ഹെഡ് പ്രൊഡക്റ്റ് ക്വാളിറ്റി. ശങ്കർ കൃഷ്ണൻ, ലോകമാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. പലയിടത്തായിട്ട് പഠിച്ചു, പലയിടത്തായിട്ട് ജോലി ചെയ്തു. IIM അഹമ്മദാബാദ്, ഇന്ത്യയിൽ ഏത് യുവാവും കൊതിക്കുന്ന IIM അഹമ്മദാബാദ് അതിൻ്റെ പ്രൊഡക്റ്റാണ്. അദ്ദേഹം മെക്കൻസി എന്ന ആഗോള ഭീമൻ കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു 14 വർഷത്തോളം. പിന്നീട് ആ ജോലിയൊക്കെ ഉപേക്ഷിച്ചു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ശമ്പളവും കിട്ടാത്ത സാമൂഹ്യ ക്ഷേമവുമായിട്ട് ജീവിക്കുന്നു. ശങ്കർ ഇടയ്ക്ക് കാശ് വേണമെന്നുള്ളപ്പോൾ ഏതെങ്കിലും വലിയ ഗ്ലോബൽ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യും. ഡോക്ടർ അഷ്റഫ്, IIM കാലിക്കറ്റിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് കാലിക്കറ്റിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരുന്നു. അദ്ദേഹത്തിന് PhD എടുത്തത്, PG പാസ്സായതും IISc ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ. ഇപ്പോൾ തിരുവനന്തപുരത്ത് IIT കേരള അവിടെ അസോസിയേറ്റ് പ്രൊഫസർ. രാജീവ് ശ്രീനിവാസൻ, MBA-യുടെ ഈസ് ദ ഷീൻ ഓഫ് MBA ഓൺ ദ ഡിക്ലൈൻ എന്നാണ് അതേക്കുറിച്ച് അഭിപ്രായം? എനിവേ, ശ്രീനിവാസൻ ഒരു MBA കോളേജിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണ്. ഈ വിഷയം ചർച്ച ചെയ്യാൻ പോലും കൂട്ടാക്കേണ്ടതില്ലാത്ത ആളാണ്. എന്താണ് അഭിപ്രായം? എൻ്റെ അഭിപ്രായത്തിൽ MBA-ക്ക് മുമ്പുണ്ടായിരുന്ന പോലെ തന്നെ ഇപ്പോഴും റെലവൻസ് ഉണ്ട്. പക്ഷേ ഈ ഏറ്റക്കുറച്ചിലുള്ള ഒരു സിറ്റുവേഷനാണല്ലോ നമ്മളിപ്പോൾ ഉള്ളത്. ഉദാഹരണത്തിന് ഈ ഒരുപാട് MBA-കാർ പോയിക്കൊണ്ടിരുന്ന ഒരു ഫീൽഡാണ് ഫൈനാൻസ്. അപ്പോൾ ഫൈനാൻസിന് കുറച്ച് ഇടിവ് വന്നല്ലോ ഒരു 5-6 കൊല്ലം മുമ്പ്. അന്ന് തൊട്ടാണ് ലോകത്തെല്ലായിടത്തും MBA നല്ലതാണോ മോശമാണോ എന്നുള്ള ഒരു ചോദ്യം വരാൻ തുടങ്ങി. ഇപ്പോൾ ലീമൻ ബ്രദേഴ്സ്, ഗോൾഡ്മൻ സാക്സ് അങ്ങനെയൊക്കെയുള്ള പല കമ്പനികളും കുറച്ച് പിന്നോക്കമായപ്പോൾ അങ്ങോട്ടുള്ള ആകർഷണം കുറഞ്ഞു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ MBA എന്ന് പറഞ്ഞാൽ അത് മാനേജ്മെൻറ്റ് നമ്മൾക്ക് എല്ലാ ഫീൽഡിലും അത്യാവശ്യമുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏത് ഫീൽഡിൽ പോയാലും വളരെ ആവശ്യമുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു ആകർഷണത്തും കുറഞ്ഞെന്ന് പറയുന്നതിനോട് ഞാൻ ഐ ഡോണ്ട് എഗ്രി വിത്ത് ഇറ്റ്. പക്ഷേ മാനേജ്മെൻറ്റ് ഓൾസോ ഇസ് എ ഡൈനാമിക് ഫീൽഡ്. അപ്പോൾ ഓരോ സമയത്തും അതിൻ്റേതായ ആ പ്രത്യാഘാതങ്ങൾ നോക്കിയിട്ട് മാനേജ്മെൻറ്റ് അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോകണം എന്നുള്ളത് ശരിയാണ്. ഓഫ് കോഴ്സ് മാനേജ്മെൻറ്റ് പഠനത്തിന് വലിയ പ്രസക്തിയുണ്ട് ആഗോളതലത്തിൽ തന്നെ. പ്രത്യേകിച്ച് ഇന്ത്യയിൽ, കേരളത്തിൽ ധാരാളം മിടുക്കന്മാർ വിദ്യാർത്ഥികൾ ഇപ്പോഴും സ്വപ്നം കാണുന്നത് MBA അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണ്. രേഖയ്ക്ക് MBA ബിരുദമില്ല. നിങ്ങൾ 4 പേരിൽ MBA ഇല്ലാത്ത ഏക ആളാണ്. പക്ഷേ ലോകത്തിലൊരു വലിയ ഉന്നതങ്ങളിലേക്ക് കടക്കാൻ പറ്റി. എങ്ങനെ MBA ഇല്ലായ്മ ഇതൊരു തടസ്സമായില്ല? എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് പ്രോഗ്രാമറായിട്ട് ജോയിൻ ചെയ്തു. ഇറ്റ്സ് വെരി ക്ലിയർ വാട്ട് മൈ പാഷൻ വാസ്. ആ സമയത്ത് ദർ വാസ് ഇനഫ് ടു ഡു. പ്രോഗ്രാമറായിട്ട് തന്നെ കുറേ പഠിക്കാനും കുറേ ചെയ്യാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാജീവ് പറഞ്ഞ മാതിരി അറ്റ് വൺ സ്റ്റേജ് യു ആക്ച്വലി ഇഫ് യു ആർ എ ഗുഡ് എഞ്ചിനീയർ യു ടെൻ ടു ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി ടു ബിക്കം എ മാനേജർ. ആ സമയത്തേക്ക് ഐ ഡിഡ് ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി ടു ബിക്കം എ ലീഡർ ആൻഡ് ദെൻ കൈൻഡ് ഓഫ് മാനേജർ. ആ സമയത്ത് മേ ബി രേഖയുടെ ഒരു പേഴ്സണാലിറ്റിയിൽ ഒരു മാനേജ്മെന്റ് ക്വാളിറ്റീസ് ഇൻബിൽറ്റ് ആയിട്ടുണ്ടാവും. അത് യു ഗൈസ് they are born managers, alpha men, alpha women എന്നൊക്കെ പറയുന്നത് prodigy, but അതല്ല. പക്ഷെ ഐ കണ്ടിന്യൂസ്ലി ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് സീ എന്താണ് വാട്ട് ഈസ് മേക്കിംഗ് എ പേഴ്സൺ സക്സീഡ്. MBA കൊണ്ട് മാത്രമാണോ അതോ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളതുകൊണ്ട് മാത്രമാണോ സക്സീഡ് ചെയ്യണം, അതോ there are certain qualities I could see in a person and I was not asking them what is your qualification. Like there are certain qualities that was really making them succeed in what they were playing. I learned from that. Then I also learned not to take certain things which was, even though the person is from a fancy degree, fancy university, certain things did not gel well for me. അതെടുത്തില്ല. അങ്ങനെ ലൈക്ക് 18+ years എടുക്കാമായിരുന്നു. കുറേ ചാൻസസ് ഉണ്ടായിരുന്നു.
കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. മേ ബി 2 year പ്രോഗ്രാംസ് പറ്റില്ലെങ്കിലും 1 year ഈവനിങ് പ്രോഗ്രാംസ്, ആംപിൾ ഓപ്പർച്യൂണിറ്റീസ്. പക്ഷേ ആ MBA ഇല്ലാത്തത് കൊണ്ട് മാത്രം എനിക്ക് സക്സീഡ് ചെയ്യാൻ പറ്റാതെ എനിക്ക് തോന്നിയില്ല. ഇപ്പോൾ ഈ കരിയറിൽ ഇപ്പോഴെത്തിയപ്പോഴത്തേക്ക് ഒരു മിസ്സിംഗ് ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് MBA എടുക്കാൻ പറ്റിയില്ലല്ലോ. എഞ്ചിനീയറിംഗ് പ്ലസ് MBA എന്നുള്ളത് ലോകമെങ്ങും പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ ഒരു വലിയൊരു ഡെഡ്ലി കോമ്പിനേഷൻ അല്ലേ? ഇറ്റ് വുഡ് സൗണ്ട് ലൈക്ക് എന്താ പുളിക്കുന്ന മുന്തിരിങ്ങ, റൈറ്റ്? അതല്ല ഞാൻ പറയുന്നത്. ഞാൻ ചോദിക്കുകയായിരുന്നു. അതല്ല, കാരണം വെച്ചാൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്തതുകൊണ്ടല്ല, കിട്ടായിരുന്നു, വേണമെങ്കിൽ ചെയ്യായിരുന്നു. ഞാൻ ഇപ്പോഴും അതൊരു ലാക്കായിട്ട് തോന്നുന്നില്ല. പക്ഷെ ഞാൻ പറയാം എവിടെ MBA വേണമെന്ന് ഞാൻ പറയാം. ലെറ്റ്സ് നാളെ എനിക്കൊരു C-level എംപ്ലോയി ആയിട്ട് മാറണം. ഐ വോണ്ട് ടു ബി എ CEO. 2 കാരണങ്ങൾ കൊണ്ട് ഐ തിങ്ക് ഹാവിങ് എൻ MBA വിൽ ഹെൽപ്പ് മീ. ഒന്ന് വെച്ചാൽ ഡിഗ്രി വിൽ ഗീവ് ദ വെയിറ്റേജ്. പിന്നെ ഐം ഷുവർ കുറേ കാര്യങ്ങളൊക്കെ ഞാനിപ്പം എത്ര പഠിച്ചാലും ആളുകളെ നോക്കിയിട്ട് പഠിച്ചാലും കുറേയൊക്കെ ബുക്സ് വിൽ ടെൽ മീ, കുറേയൊക്കെ പ്രൊഫസേഴ്സ് വിൽ ടീച്ച് മീ, പിയേഴ്സ് ഹു ആർ മൈ ക്ലാസ്മേറ്റ്സ് വുഡ് ഷെയർ ദ എക്സ്പീരിയൻസ്. അവിടുന്ന് കുറേ എനിക്ക് പഠിച്ചെടുക്കാനുണ്ട്. ദാറ്റ് വിൽ ഹെൽപ്പ് മീ ഗോ ടു ദ നെക്സ്റ്റ് ലെവൽ. അതുകൊണ്ട് ഞാൻ ഐ നെവർ സേ MBA is bad or MBA is not to be done. Of course it's to be done. പക്ഷേ എനിക്ക് when I started, when I was through my career, അതിൻ്റെ ആവശ്യം വന്നില്ല, അത്രേ ഉള്ളൂ. How do you enjoy being an IAM from Ahmedabad and how did you make it big through that? ഞാൻ തുടങ്ങുന്ന മുമ്പ് ഐ ജസ്റ്റ് വോണ്ട് ടു എഗ്രി. ഇവിടെ പറഞ്ഞത് ഐ എഗ്രി. യു ഡോണ്ട് നീഡ് എൻ MBA ടു സക്സീഡ് എന്നുള്ള ഒരു ഡൗട്ടില്ല. സർട്ടൻ ക്വാളിറ്റീസ് ആർ നെസസറി. അത് സം പീപ്പിൾ ഹാവ് ഇറ്റ് ലക്കിലി, അവർ ഇൻബിൽട്ട് ആയിട്ടുണ്ട്. പക്ഷേ ഒരു MBA ഡിഗ്രി ലൈക്ക് രാജീവ് വാസ് സേയിങ് ഏർലിയർ ക്യാൻ ഹെൽപ്പ് അത് ബ്രിങ് ദോസ് ഔട്ട്. ഐ ഫൗണ്ട് ഇപ്പോൾ അഹമ്മദാബാദ് നോക്കുമ്പോൾ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് MBA സ്കൂൾസ് ഇന്ത്യ മാത്രമല്ല ഇൻ ദ വേൾഡ് എന്ന് പറയാം. ബിക്കോസ് അത് ഇറ്റ് ഹാസ് ടെക്നിക്കൽ സ്കിൽസ് മാത്രമല്ല പഠിപ്പിക്കുന്നത്, എന്ന് വെച്ചാൽ ഫൈനാൻസ് ഓപ്പറേഷൻസ് മാത്രമല്ല. ബട്ട് ലൈക്ക് ഗുഡ് സ്കൂൾസ് ലൈക്ക് സ്റ്റാൻഫോർഡ് പോലെ ഇറ്റ് ഓൾസോ ഒരു ഹാൻഡ്സ് ഓൺ അപ്രോച്ച് ടു ബിസിനസ് പഠിപ്പിക്കും, ഹാൻഡ്സ് ഓൺ അപ്രോച്ച് ടു പീപ്പിൾ പഠിപ്പിക്കും എന്ന് പറയാം. ഇൻ വിച്ച് എനിക്ക് തോന്നുന്ന ഒരു ഗുഡ് മാനേജർ എന്ന് പറയുന്നത് ഇസ് നോട്ട് റിയലി അബൌട്ട് ടെക്നിക്കലായിട്ട് ഇതറിയുന്നത് അതറിയുന്നത് മാത്രം. ടെക്നിക്കൽ ഐ എം നോട്ട് യൂസിങ് ദ വേർഡ് IT ടെക്നിക്കൽ, ബട്ട് ഈവൻ മാനേജ്മെൻറ്റ് ജാർഗണോ മാനേജ്മെൻറ്റ് തിയറി അല്ല. ആക്ച്വലി ഒരു ഗുഡ് MBA സ്കൂൾ ഒരു പീപ്പിൾ ലീഡർഷിപ്പും പീപ്പിൾ ടീം സ്പിരിറ്റും അതേസമയം ടേക്കിംഗ് ക്വിക്ക് ഡിസിഷൻസ്, ഒരു multifaceted decisions-ഉം ലുക്കിംഗ് അറ്റ് മൾട്ടിപ്പിൾ ഡിഫറെൻറ്റ് ഏരിയാസ്. ഒരു ഏരിയ മാത്രം ഇങ്ങനെ ലീനിയറായിട്ട് തിങ്ക് ചെയ്യാതെ മാത്രമല്ല, ഒരു മൾട്ടിപ്പിൾ ഏരിയാസ് നോക്കി ഡിസിഷൻ എടുക്കാനുള്ള ഒരു കഴിവ് ഇറ്റ് ട്രൈസ് ടു ഇൻബൈബ് ഇൻ യു. അതേ സെയിം സ്പിരിറ്റാണ് ഐ തിങ്ക് ഓൾ ദ പീപ്പിൾ അറൗണ്ട് ദിസ് ടേബിൾ. നമ്മളെല്ലാവരും വി ഐദർ ത്രൂ ലേണിംഗ് ഓർ നാച്ചുറലി വന്നിട്ട് വി മാനേജ് ടു ഡു വെൽ വേർ വി ആർ നോട്ട് ഒരു ഫീലിംഗ്. ഡോക്ടർ അഷ്റഫും ഒരു കമ്പ്യൂട്ടർ സയൻസും, 4 പേരും കമ്പ്യൂട്ടർ സയൻസാണ് അടിസ്ഥാനമായ വിഷയം. പിന്നെ IIM കാലിക്കറ്റിൽ പഠിപ്പിച്ചു. ഇതിൽ നിന്നൊക്കെ കിട്ടിയ അനുഭവം വെച്ച് നോക്കുമ്പോഴത്തേക്ക് MBAയുടെ റെലവൻസ് എന്താണ്? മാനേജ്മെൻറ്റ് സ്റ്റഡീസിൻ്റെ റെലവൻസ് എന്താണ്? MBAയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനോട് എനിക്കും യോജിക്കാൻ കഴിയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ഏതൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെയും പോലെ MBAയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ ഒരു കൺവെൻഷണൽ ഫാക്ടറി മോഡൽ, അതായത് 3-4 ഫങ്ഷണൽ ഏരിയാസിലുള്ള സ്പെഷ്യലൈസേഷൻസ് ആണ് കൊടുക്കുന്നത്. റാദർ അതിനേക്കാൾ നമുക്ക് ഇന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇന്നൊവേറ്റീവായിട്ട് തിങ്ക് ചെയ്ത് പുതിയ തരത്തിലുള്ള കോഴ്സുകൾ ഡിസൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ, അങ്ങനെയുള്ള ഒരുപാട് ഇന്ത്യയിലുള്ള പല സ്കൂളുകളും അങ്ങനെ ചെയ്യുന്നുണ്ട്. റിയൽ സിറ്റുവേഷനെ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള രീതിയിൽ ഡയറക്റ്റ്ലി ഡിപ്ലോയബിൾ ആയിട്ടുള്ള, ഡയറക്റ്റ്ലി ഇൻഡസ്ട്രിക്ക് അല്ലെങ്കിൽ പോകുന്ന ഓർഗനൈസേഷന് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള ആൾക്കാരെ വാർത്തെടുക്കാൻ ഈ MBA കോഴ്സുകൾക്ക് പറ്റുമെങ്കിൽ ആ കോഴ്സുകൾ ഇന്നും റെലവൻറ്റ് തന്നെയാണ്. ഇപ്പോഴത്തെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു മേജർ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ആ ഇന്നൊവേഷൻ കേപ്പബിലിറ്റി സിസ്റ്റത്തിലുണ്ടോ എന്നുള്ളതാണ്. അതായത് ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, നമ്മളൊരു യൂണിവേഴ്സിറ്റിയുമായിട്ട് അഫിലിയേറ്റ് ചെയ്ത ഒരു MBA കോഴ്സാണ്. ആ യൂണിവേഴ്സിറ്റിയിൽ നമ്പർ ഓഫ് പ്രോസസ്സസ് കയറി കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഇന്നൊവേഷൻ ഒരു പൊട്ടൻഷ്യൽ വരുന്നത്, അല്ലെങ്കിൽ ഇന്നൊവേഷൻ നമുക്ക് ആക്ച്വലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആ പ്രോസസ്സ് ഒരു 2 വർഷം കൊണ്ട് ആ പ്രോസസ്സിൽ കഴിഞ്ഞ് നമ്മൾ ഇന്നൊവേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും വാട്ട് വി ഹവ് ഡൺ അത് നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകാവുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പം അമേരിക്കയിലാണെങ്കിൽ പോലും നല്ല വിദ്യാർത്ഥികൾ MBA എടുക്കാൻ വരുന്നില്ല. ഈ ലോകപ്രശസ്തമായ മാനേജ്മെൻറ്റ് സ്കൂളുകളിലേക്ക് കുട്ടികളെ കിട്ടാൻ പ്രയാസപ്പെടുന്ന സ്കൂളുകളൊക്കെ കേരളത്തിലും ഇന്ത്യയിലും ഇതുപോലെ ഒരു പ്രശ്നമുണ്ട് എന്നൊക്കെ. ആ ഒരു വിഷയത്തിന് MBAക്ക് പകരം വേറെ ഏത് മേഖലയിലേക്കാണ് കുട്ടികൾ പോകുന്നത്? അതൊരു കാരണമാവില്ലേ? എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു ഷീൻ പോകുന്നു എന്ന് പറയുന്നത് ഒരു തരത്തിൽ ശരിയാണ്. അതായത്
ഒരുപാട് MBA Mushroom growth of MBA schools. വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി മോശമായിട്ട് വരുന്നു. എല്ലാവർക്കും MBA ഉണ്ട്. അതേസമയം നല്ല സ്കൂൾസ് ഡോക്ടർ അഷ്റഫ് പറഞ്ഞതുപോലെ അവർ എന്താ ചെയ്യുന്നു പറഞ്ഞാൽ സമയത്തിന് അനുസൃതമായിട്ടുള്ള തരത്തിൽ അവരുടെ കരിക്കുലം മാറ്റിക്കൊണ്ടുപോകുന്നു. ഫോർ എക്സാമ്പിൾ സ്റ്റാൻഫോർഡ് തന്നെ, സ്റ്റാൻഫോർഡ് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കരിക്കുലമാണ്. സോ വാട്ട് ദേ ഹവ് ഡൺ, ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് തന്നെ, വിച്ച് വാസ് ക്വൈറ്റ് ലോങ് ടൈം, അന്ന് തന്നെ ദേ ഗേവ് എ ചോയ്സ് MBA ഓർ MBA പ്ലസ് JD. അതായത് 2 കൊല്ലം കൊണ്ട് MBA കിട്ടുക, അല്ലെങ്കിൽ 4 കൊല്ലം കൊണ്ട് യു ഗെറ്റ് എ ലോ ഡിഗ്രി ആൻഡ് MBA. അത് കുറേ പേര് എടുത്തു, വിച്ച് ഇസ് ക്വൈറ്റ് യൂസ്ഫുൾ ഫോർ ദം. അപ്പം ലോയിന് പോകുന്ന ആൾക്കാർക്കും ഈ മാനേജ്മെൻറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ഈയിടെ അവർ വേറൊന്ന് ചെയ്തു, MBA പ്ലസ് MS ഇൻ കമ്പ്യൂട്ടർ സയൻസ്. എന്താ കാര്യം, സിലിക്കോൺ വാലിയിൽ എന്താണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള അതിന് വിടാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്. അപ്പോൾ അതുപോലെ കറിക്കുലം മാറുന്നു. പിന്നെ വേറെ അതിനകത്തൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം? ആ ഫ്ലെക്സിബിലിറ്റി ടു ഫ്ലെക്സിബിൾ, നോട്ട് ടു ഫ്ലെക്സിബിൾ, സമയാനുസൃതമായിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നു എന്നുള്ളതാണ്. അതേസമയം again I want to go back to what Dr. Ashraf said. ഇപ്പോൾ പല സ്ഥലത്തും ഈ യൂണിവേഴ്സിറ്റി MBAs എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറിക്കുലം വളരെ വേഗം ഔട്ട്ഡേറ്റഡ് ആവുന്നു. അതുകൊണ്ട് ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റീസ് ആയിട്ടുള്ള IIMs, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ASB, ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഓട്ടോണമി ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡേറ്റ മൈനിങ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഡൻലി ബിക്കംസ് ഇൻട്രസ്റ്റിംഗ്, ഒരു കോഴ്സ് ഞങ്ങൾ അങ്ങ് ഓഫർ ചെയ്യും, ഒരു വിസിറ്റിംഗ് ഫാക്കൽറ്റിയോ മറ്റോ കൊണ്ടുവന്നിട്ട്. അങ്ങനെ വരുമ്പോൾ we are able to produce people who are employable. അതാണ് MBAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ. പുറത്ത് വരുന്ന ആൾക്കാർ ആർ ദേ സ്കിൽഡ് ഇൻ ദ തിങ്സ് ദറ്റ് ആർ റെലവൻറ്റ് എന്നുള്ളത്. കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ്, ഇഫ് യു ഡു എൻ MBA you will learn finance. Suppose you join a company as a marketing person, you learn more marketing, more and more marketing, finally you reach the head of marketing level. പക്ഷേ you may know nothing about finance or about operations. അതേസമയം ഒരു MBA എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ they make you more general. ശകലം ഓപ്പറേഷൻസ് അറിയാം, ശകലം സ്ട്രാറ്റജി അറിയാം. അപ്പം if you reach a senior level, you can easily move to another function. ഈ ഷീൻ പോകുന്നത് ആക്ച്വലി ഞാൻ കുറച്ച് I looked at some facts. നമ്മൾ if you look at the, let's take India, ഈ CAT ആണ്, that's an exam that many people write for the IIMs-നൊക്കെ പോകുന്നത്. They say the sheen has gone again from 250,000 people who wrote it in 2006, but 200,000 people write it this year. Oh, it is all in this, and out of that maybe if you take the top 3-4 IIMs, even if you take the top 20 schools or the top 13 IIMs and some of the other very good institutes, up in the maximum you're going to take 5,000-6,000 people. But that kind of ratio, if you look at it, ippozhum IIM Ahmedabad 500 people are applying for one seat, which is the highest in the world. But that is still true. Well, I think Rajiv was saying, the top institutes, and I'm not talking about just the IIMs, but the top 50, 70, 100 institutes in India, nalla quality teaching under, excellent faculty under, good students under, they make people employable, like he was saying. But nere marchi, we have about 3,000 odd management institutes in India, believe it or not. Ee mushrooming destroyed, I think, over a bubble wall undayi. Maybe like 20 years ago, engineering institutes undayirunnu. But അതുപോലത്തെ those last 200, 300 organizations are having a tough time. അത്രേ ഉള്ളൂ. അത് we should not extrapolate it to. പക്ഷേ രഹ്മാൻ, ഇപ്പോഴത്തെ ഒരു നോം, നിങ്ങൾ MBA പാസ്സാകാതെ ഒരു നല്ല മാനേജർ ആവില്ല, നിങ്ങൾ MBA പാസ്സാകാതെ ഒരു സക്സസ്ഫുൾ എൻ്റർപ്രണർ ആവില്ല. പക്ഷേ അമേരിക്കയിലെ ഇന്ന് നമ്മൾ കാണുന്ന വലിയ കമ്പനികളൊക്കെ സ്ഥാപിച്ചതും വളർത്തിയെടുത്തതുമായിട്ടുള്ള ആൾക്കാർ, അവരുടെ ചിന്തകളാണ് പിന്നീട് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആയിട്ടും മാനേജ്മെൻറ്റ് നോളജ് ആയിട്ടും വളർന്നു വന്നത്. അപ്പോൾ ഒരു MBA എന്നുള്ളത് ഒരു എസെൻഷ്യലാണോ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ മാനേജ്മെൻറ്റ് മൈൻഡ്, ഫോർ എ മാനേജ്മെൻറ്റ് തിങ്കിങ്, മാനേജ്മെൻറ്റ് പ്രോസസ്? ഞാൻ ആക്ച്വലി എല്ലാവരും സംസാരിക്കാൻ ഞാൻ ഒന്ന് ആലോചിക്കായിരുന്നു. ഓക്കെ, ഐ ടോക്ട് അബൌട്ട് സെൽഫ് ലേണിംഗ്. ഇറ്റ്സ് ആക്ച്വലി നോട്ട് ട്രൂ. സെൽഫ് ലേണിംഗ് മാത്രമായിരുന്നില്ല. ഐ ഹാഡ് 2 mentors ഓൾ അലോങ്. ഒന്ന്, ഞാൻ അവിടെ ജോയിൻ ചെയ്തപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയായിരുന്നു. കമ്പനി 15 people. അതിൽ ഞാനൊരു ക്വാളിറ്റി എഞ്ചിനീയർ അല്ലെങ്കിൽ ഡെവലപ്പറായിട്ട് കയറിയതാണ്. ആ സമയത്ത് എൻ്റെ മെൻറ്ററായിട്ട് വന്നത് അവിടുത്തെ CEO. ഹീസ് എ ഹാർവേഡ് ഗ്രാജുവേറ്റ്. ഹാർവേഡ് ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ വൺ ഡേ ഞാനിങ്ങനെ എന്തോന്ന് ജസ്റ്റ് ടോക്കിംഗ് ടു ഹിം. സ്റ്റാർട്ടപ്പിൻ്റെ കൺസെപ്റ്റ് എന്താ വെച്ചാൽ വി ഹാവ് ഓപ്പൺ ക്യൂബ്സ്. അപ്പോൾ ഞാനിരിക്കുന്ന എൻ്റെ ക്യൂബ് ഷെയർ ചെയ്യുന്നത് CEO ആണ്.
And I, being a novice, 23 years or 24 years old, I'll just chat, right? ഞാനിപ്പോൾ നോക്കണില്ല ആൾ സി ആണ്, ഞാനങ്ങ് സംസാരിക്കും. അപ്പോൾ at one point he said, Mike, his name is Mike Grossman, he said, can I take you in? I can be your mentor. അപ്പോൾ ഞാൻ ചോദിച്ചു, what is that? അതായിരുന്നു എൻ്റെ സിറ്റുവേഷൻ. Then every week he would spend half an hour with me. He said, talk about anything, whatever topics you want to talk. You know, like I said, maybe in the future I want to open up a coffee shop. Okay, പറയാം, അതും പറഞ്ഞോളൂ. Like, and because then he said, after his Harvard degree, first thing he did was a t-shirt business, right? So he would share, nothing software, nothing. He would talk about that. I would talk about my aspirations, which is like coffee shop, tattugada, whatever, right? അങ്ങനെ പക്ഷേ all along 4.5 years I was with him. He was always mentoring me. So when Rajiv and Shankar and Ashraf were talking, I was just thinking, self-learning matra ആയിരുന്നില്ല. I had influential people in my life. Mike Grossman. Then, അത് കഴിഞ്ഞിട്ട് ഞാൻ വിട്ടിട്ട് പോയ കമ്പനിയിൽ Mercury that got acquired by Hewlett Packard. So there was a Stanford graduate who took me under his wing. Not intentional. It so happened that the very first time I questioned something about the process, he sat with me and he explained why the process was that. And I questioned it, I challenged it. I said, that's not the right process. He said, what would you do? And I explained. He said, okay, let's implement it. So that was a growth part. But from 2004 until I left US, he was my mentor because we changed companies together. He left the Hewlett Packard, he went somewhere else. I was, asked to join him, right? So then think about almost 10 years. I was again under his wings getting mentored. So this is where, the lack of the formal education that I might not have gotten from like institute. School. I actually got it from the real world, but actually there was a solid mentor at any given time. അഷ്റഫ്, നമ്മുടെ ഈ കേരളത്തിലെ പുതിയ ട്രെൻഡ് എന്തായിരിക്കും ഇപ്പോൾ ഈ നിൽക്കുന്നത് അക്കാഡമിക് രംഗത്ത്? ഇപ്പം പോസ്റ്റ് ഗ്രാജുവേഷന് ഇപ്പം ധാരാളം കുട്ടികൾ ഒരു ആസ്പിറേഷൻ ഉണ്ട് MBA പോകണം എന്നുള്ളത്, എല്ലാവർക്കും കിട്ടത്തില്ല. പക്ഷേ വേറെ ഏത് ചാനലാണ് അവർക്കുള്ളത്? കേരളത്തിലെ ട്രെൻഡ് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഫാൻസി ഡിഗ്രി എത്തി ആ ഫാൻസി ഡിഗ്രി വഴി എവിടെയെങ്കിലും പ്ലേസ് ചെയ്യുക. അതായത് ക്യാൻ ഐ ക്രാക്ക് ആൻ IIT? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് നോട്ട്, ഐ ഗോട്ട് ഇൻ ടു ആൻ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം, എഞ്ചിനീയറിംഗ് നല്ലൊരു കോളേജിൽ ചെയ്തു, അത് കഴിഞ്ഞിട്ട് ക്യാൻ ഐ ഗെറ്റ് ഇൻ ടു ആൻ IIM? ഇപ്പം നമ്മൾ ഇവിടെ അക്രോസ് ഇന്ത്യ IIMസിലെ ഇൻടേക്ക് നോക്കിയാൽ നല്ലൊരു പെർസെൻറ്റേജ് മലയാളീസ് അവിടേക്ക് വരുന്നുണ്ട്. ആ മലയാളീസിൽ നല്ല ഒരു മോർ ദാൻ 70-75% എൻജിനീയേഴ്സാണ്. കേരളത്തിലുള്ള എൻജിനീയറിംഗ് കോളേജിൽ എൻജിനീയറിംഗ് പഠിക്കുകയും എൻജിനീയറിംഗ് പഠിച്ചിട്ട് ഇനി ഫർദർ സ്കോപ്പ് ഒന്നും ഇല്ല എന്ന് തോന്നുകയോ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലതാണ് മാനേജ്മെൻ്റ് എന്ന് തോന്നുകയോ, അങ്ങനെ എന്തോ കാരണം കൊണ്ട് അവർ ചെയ്തിട്ടുള്ള ബേസിക് എഡ്യൂക്കേഷന് കാര്യമായ റെസ്പെക്റ്റ് ഒന്നും ഇല്ലാതെ മെക്കാനിക്കൽ എഞ്ചിനീയർ ടേൺ ഒരു മാനേജ്മെൻറ്റ് പ്രോഗ്രാമിന് വരുന്നത്, കമ്പ്യൂട്ടർ എഞ്ചിനീയർ ടേണിംഗ് ടു എ മാനേജ്മെൻറ്റ് പ്രോഗ്രാം, ആ തരത്തിലുള്ളൊരു ട്രെൻഡും ഇപ്പോൾ വളരെയധികം പ്രിവെയിലൻ്റ് ആയിട്ട് വരുന്നുണ്ട്. MBAക്ക് വരുന്ന കുട്ടികൾ, രാജീവ്, MBAക്ക് വരുന്ന കുട്ടികൾ എങ്ങനത്തെ കുട്ടികൾ? കൂടുതൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണോ? ഡിപ്പെൻസ്. ഞാൻ കുറേ നാളായിട്ട് IIM ബാംഗ്ലൂരിലും കോഴിക്കോടും പഠിപ്പിക്കുന്നുണ്ട്. അവിടെ യു മേ ഹാവ് ബെറ്റർ ഇൻഫർമേഷൻ ദൻ മീ. പക്ഷേ IIM കോഴിക്കോടിലും ബാംഗ്ലൂരിലും ഞാൻ കണ്ടിട്ടുള്ളത് 75% എഞ്ചിനീയേഴ്സാണ്. ആ എഞ്ചിനീയറിംഗ്, എസ്പെഷ്യലി IIT, IIM, ആ ഒരു ട്രാക്ക് ഒരുപാട് പേർക്ക് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് അങ്ങനെയല്ല, ഞങ്ങൾ ASBയിലൊന്നും അത്രയല്ല. പക്ഷേ ഐ വോണ്ട് ടു മേക്ക് എ പോയിന്റ് അബൌട്ട് ദാറ്റ്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മളിവിടെ MBAക്ക് വരുന്ന കുട്ടികൾക്ക് വർക്ക് എക്സ്പീരിയൻസ് പിന്നെ നിർബന്ധമായിട്ട് വേണം എന്ന് പറയാത്തത് വലിയൊരു ദോഷമായിട്ട് ഞാൻ കാണുന്നുണ്ട്. കാരണം ഈ കുട്ടികൾ എന്താ, ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദി MBA ഇസ് എ പ്രൊഫഷണൽ ഡിഗ്രി. അതായത് മെഡിസിനോ ലോയോ പോലെ ഒരു പ്രാക്ടിക്കൽ ഡിഗ്രിയാണ്. അതായത് അതുകൊണ്ട് പിന്നെ ശങ്കർ നേരത്തെ പറഞ്ഞ പോലെ കേസ് സ്റ്റഡി എന്താണ്, ലോയിലെ കേസ് പോലെ, അല്ലെങ്കിൽ പിന്നെ മെഡിക്കൽ സ്കൂളിലെ കേസ് പോലെ. മെഡിക്കൽ സ്കൂളിലെ കേസ് എന്ന് പറഞ്ഞാൽ ഒരു രോഗി, ഇത് ലോയിൽ അതുപോലെയാണ് നമ്മളുടെ കേസ്. അപ്പോൾ അത് കേസ് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ് വേണം. എക്സ്പീരിയൻഷ്യലായിട്ടുള്ള ഒരു ടീച്ചിങ് ഇമ്പാർട്ട് ചെയ്യണം. എക്സ്പീരിയൻഷ്യലായി കേസ് ബേസ്ഡ് ടീച്ചിങ് അല്ലെങ്കിൽ സിമുലേഷൻ എന്ന് പറയും. കൃത്യമായിട്ടൊരു സിറ്റുവേഷനിൽ നിങ്ങളെ കൊണ്ടിരുത്തിയിട്ട് ആ സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എങ്ങനെ പെരുമാറണം, ആ എങ്ങനെയാണ് ഒരു ബിസിനസ് സിറ്റുവേഷനിൽ ആക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ബിസിനസ് ഗെയിംസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം നമ്മൾ ആ കുട്ടികളിലേക്ക് പറയുമ്പോൾ, അതായത് നമ്മുടെ കണ്ടൻറ്റ് എങ്ങനെ ഡെലിവർ ചെയ്യുന്നു, പെഡഗോഗി, ആ പെഡഗോഗി എഫക്റ്റീവ് ആയെങ്കിൽ മാത്രമേ ഈ വരുന്ന ഇൻപുട്ടിനെ ഇൻഡസ്ട്രിക്ക് ഡയറക്റ്റ്ലി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രൗഡായിട്ട് അല്ലെങ്കിൽ ഒരു റിസോഴ്സായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അത് ഉണ്ടാവണമെങ്കിൽ ഇദ്ദേഹത്തിന് ഈ പറയുന്ന സിറ്റുവേഷനെ കുറിച്ചൊരു, ഈ വരുന്ന ഇൻപുട്ടിന്, ഈ വരുന്ന കുട്ടികൾക്ക് ഈ റിയൽ ബിസിനസ് സിറ്റുവേഷനെ കുറിച്ചൊരു ബോധം ഉണ്ടാവണം. ആ അവബോധമാണ് ഈ
എക്സ്പീരിയൻസ് കൊണ്ടുവരുന്നത്. ക്ലാസ് റൂമിൽ ഫ്രഷ് ആയിട്ടൊരു എം ടെക് അല്ലെങ്കിൽ ബി ടെക് മെക്കാനിക്കൽ എഞ്ചിനീയർ വന്നിരുന്നാൽ മെക്കാനിക്കൽ എഞ്ചിനീയർ മേ നോട്ട് പുഷ് മീ ടു മച്ച്, ആ ഒരു ഫീലും ഉണ്ട്. സോ ഐ വോണ്ട് ടു സ്റ്റഡി സംതിങ് എൽസ്. ആ MBA സംതിങ് എൽസ് ആയി മാറുകയാണ്. അപ്പം കോൺഷ്യസ് ചോയ്സ് അല്ല. So just to build, I agree with പറയുന്നൊക്കെ. I used to lead recruiting McKinsey. I was recruited from US-ലും ഇന്ത്യയിലും. What is the difference typically? ഒരു IIM എന്ന് പാസ് ഔട്ട് ചെയ്യുന്ന സ്റ്റുഡൻറ്റ് typically 24-25 വയസ്സാണ്. He or she അത്ര they have maybe 1 year experience എവിടെയെങ്കിലും കാണും at best. Mostly very smart. I think Indians ലോകത്തിൽ we are not second to none എന്ന് പറയാം. പക്ഷേ അതേസമയം ഇഫ് യു ലുക്ക് അറ്റ് ഒരു സ്റ്റാൻഫോർഡ് ഒരു ഹാർവർഡ് ഗ്രാഡ്, they are 30, 29, 30, 31, 32. Some Dr. Asha പറഞ്ഞ പോലെ they may be 40 also or 45. they have much better world view എന്ന് പറയാം. അവരവിടെ പഠിക്കുമ്പോൾ തന്നെ they already എന്താണ് ഇതിൻ്റെ പ്രയോജനം എങ്ങനെയാണ്, what is the applicability ഒക്കെ they have already understood. So അവർ വരുമ്പോൾ they are much more mature, much more composed. And ഇത് ബിസിനസ്സും ഓർഗനൈസേഷൻ, ബിസിനസ് തന്നെ അല്ല, എനി ഓർഗനൈസേഷൻ കുറച്ചുകൂടെ ആ ഒരു വേൾഡ് വ്യൂ വേണം എന്നുള്ളൊരു ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഐ തിങ്ക് നമ്മുടെ MBA സ്കൂൾസ് അതൊരു പ്രോബ്ലമാണ്. ബോത്ത് നമ്മുടെ ടീച്ചിങ് മെത്തഡോളജി ചിലപ്പോൾ മേ ബി മോർ തിയറിറ്റിക്കൽ, അതേപോലെ നമ്മുടെ ഇൻടേക്ക് മേ ബി യങ് പീപ്പിൾ, അവർക്ക് ഇതുവരെ they don't understand the world they're going to be. അങ്ങനെ പറഞ്ഞ കഥ പറയുന്ന പോലെ പ്രൊഫസർ എന്തോ പറയുന്ന കൊള്ളാം ചെയ്ത് എഴുതുക. I'll share an example here if I may. ഞാൻ എൻ്റെ 2 മെൻറ്റേഴ്സിനെ പറ്റി പറഞ്ഞിട്ട്, സെക്കൻഡ് സ്റ്റാൻഫോർഡ് ഗ്രാജുവേഷൻ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കമ്പനി വിൽ സെൻറ്റേഴ്സ് ഫോർ എ വീക്ക് ലീഡർഷിപ്പ് ട്രെയിനിങ് ഇവിടെ, അല്ലെങ്കിൽ ഒരു വീക്കിൽ അവിടെ ഇവിടെയൊക്കെ. സോ ആദ്യമൊക്കെ ഞാൻ പോകുമായിരുന്നു. ദെൻ ആക്ച്വലി ഐ വാസ് ഫൈൻഡിങ് ദാറ്റ് ഇറ്റ്സ് വെരി തിയറിറ്റിക്കൽ സാധനമാണ് അവർ പറയുന്നത്. 1 വീക്കിൽ അങ്ങനെ അവർ പറയുന്നതൊക്കെ എതർ ഐ ഹാവ് ടു ഫേസ്ഡ് ഇറ്റ് ടു റിലേറ്റ്, അല്ലെങ്കിൽ ഓക്കെ ഐ എം ജസ്റ്റ് റീഡിങ് ഇറ്റ് ഓർ ഹിയറിങ് ഇറ്റ്. അപ്പോൾ ഈ സുസുമു, മൈ ഫ്രണ്ട് ആൻഡ് മെൻറ്റർ, he said, more than going for the training, namak every day nammada day to day life we are coming across these situations. Let's learn and see how we are implementing it. But if you're looking back, he might have learned this from his Stanford program, right? Yes. But enike actually I got a free learning from him. Enike oru free learnings kitti. But I'm just trying to see whether he has benefited out of a MBA, of course. And then ഒരു ബില്ല് അയക്കും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാമേ. നമുക്കിപ്പോൾ ആദ്യത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കാം. നമ്മൾ മട്ടമേശ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് MBA കോഴ്സിനെ കുറിച്ചാണ്. ലോകമെങ്ങും എല്ലാ ചെറുപ്പക്കാർക്കും ഇപ്പോൾ പറഞ്ഞതുപോലെ പ്രായമുള്ളവർക്കും താല്പര്യമുള്ള MBA കോഴ്സിന് നിറം മങ്ങുകയാണോ എന്നതാണ് വട്ടമേശ ഉയർത്തുന്ന ചോദ്യം. നന്ദി, നമസ്കാരം. ഈ എപ്പിസോഡിൻ്റെ 2ാം ഭാഗം അടുത്ത ആഴ്ച.